INL ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു. INL ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉദ്ഘാടനം ചെയ്തു. ബാബരി മസ്ജിദിനോടൊപ്പം 1992 ഡിസംബർ 6 തകർന്നുപോയത് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബഹുസ്വരത കൂടിയാണെന്ന് കാസിം ഇരിക്കൂർ പറഞ്ഞു. മതേതര മൂല്യങ്ങൾ നശിപ്പിച്ചു മുന്നേറുന്ന ഫാസിസ്റ്റ് ഭരണകൂടം മുസ്ലിം സമുദായത്തിന്റെ പള്ളികൾക്കും മദ്രസകൾക്കും വഖഫ് സ്വത്തുകൾക്കും നേരെ നടത്തുന്ന കിരാത നീക്കം രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന വിശാല കാഴ്ചപ്പാടിനെ തകർക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത്, കൈകാര്യം ചെയ്ത സമയത്ത് അറിയാതെ കീബോർഡിൽ കണ്ണീര് വീണത് ഇപ്പോഴും തന്നെ മനസ്സിന്റെ കോണിൽ നിന്നും മാറി പോയിട്ടില്ല. ആ സരയൂ നദിക്കരയിലെ പുരാതനമായ ആരാധനയം അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് അത് തൊട്ട് കളിക്കരുത് എന്ന് ലോകം മുഴുവനും അപേക്ഷിച്ചിരുന്നു ഇന്ത്യ മഹാരാജ്യത്തോട്. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു റിസീവറെ അയച്ചു. ഡിസംബർ 6 അവിടെ കർസേവ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ പ്രതിനിധി പറഞ്ഞു അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ സുപ്രീം കോടതിക്ക് അറിയേണ്ടത് അവിടെ വല്ല കൺസ്ട്രക്ഷനും വല്ല നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നോക്കാൻ വേണ്ടി ഒരു നിരീക്ഷകനെ അങ്ങോട്ടേക്ക് വിട്ടു, ഒരു അഭിഭാഷകനെ അങ്ങോട്ടേക്ക് വിട്ടു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകർ, BBC-യുടെയും CNA-യുടെയും, നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി മാധ്യമപ്രവർത്തകര്, CPM പാർലമെന്റ് മെമ്പർ നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവര്, അതുപോലെ തന്നെ മനോരമയുടെ കോഴിക്കോട്ടുള്ള ഫോട്ടോഗ്രാഫർ മുസ്തഫയെ പോലുള്ളവരൊക്കെ അവിടെ ഉണ്ടായി. അതിനു മുമ്പ് തന്നെ 1985 ശേഷം ബാബരി മസ്ജിദിൽ പൊളിച്ച് തൽസ്ഥാനത്ത് ഒരു രാമക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ആശങ്കാജനകമായിരുന്നു. പക്ഷെ ലോകം പറഞ്ഞത് ആ പള്ളിയുടെ ഇഷ്ടിക പോലും നിങ്ങൾ സ്പർശിക്കാൻ പാടില്ല. ഇത് പറഞ്ഞത് യുനെസ്കോ, ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിഭാഗമായ യുനെസ്കോ ആണ് പറഞ്ഞത്. ദേവിയെ ഇത് ഗവൺമെന്റിനോട് പറഞ്ഞു. അത് ഇവിടുത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. മതേതരത്തിന്റെ പ്രതീകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ INL ജില്ലാ പ്രസിഡന്റ് നിസാറുദ്ദീൻ മൗലവി കാക്കോന്തറ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ഹബീബുള്ള ഒറകാരിശ്ശേരിൽ പ്രമേയ പ്രഭാഷണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് AA വാഹിദ് വിഷയാവതരണം നടത്തി. സമസ്ത മുഷാവറ അംഗം A തോഹ മുസ്ലിയാർ, CPM ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരിസ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജി, NCP നേതാവ് ലിയാഖത്ത് പറമ്പി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ EB നൌഷാദ്, AK ഉവൈസ്, K മോഹനൻ, താജുദ്ദീൻ മുസ്ലിയാർ, ബഷീർ ഹസൻ, CC സാലി, അബ്ബാസ് അമ്പലപ്പുഴ, ഷാജഹാൻ മാഹിരി, TN ശശികുമാർ, MH ഹനീഫ, ഷാജി ചൂനാട്, റഷീദ് ചൂനാട്, അബ്ദുൽ സത്താർ, ഷാരിയർ കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.